നമസ്കാരം. ഇന്ന് യമഹ സർവീസ് സെൻ്ററുകാർ ഒരു പകൽക്കൊള്ള എന്നോട് നടത്താൻ നോക്കിയിട്ട് അത് പൊളിച്ചടക്കിയൊരു വീഡിയോ ആണിത്. സംഭവം മറ്റൊന്നുമല്ല, ഈ ടൂ വീലേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്തായാലും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. എന്താ പറയുക, അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രമേ ഈ വീഡിയോ കണ്ടാൽ മതി. കാരണം നമ്മൾ ഈ സർവീസ് സെൻ്ററിലൊക്കെ പോകുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ഊറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു ഒരു ചെറിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. നമുക്കെല്ലാവർക്കും അവനവൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു TVS 50 ആണെങ്കിലും ശരി, യമഹ RX 100 ആണെങ്കിലും ശരി, ബുള്ളറ്റ് ആണെങ്കിലും ശരി, ഇനി പോട്ടെ ഒരു സ്കൂട്ടി പെപ്പ് മുതൽ അങ്ങ് ട്രയംഫിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹയബൂസ വണ്ടിയാണെങ്കിൽ പോലും എല്ലാവർക്കും അവനവൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും. ഞാൻ സർവീസ് സെൻറ്ററിലൊന്ന് പോകേണ്ടി വന്നു. വണ്ടിക്ക് 2 ടയറും നല്ല രീതിയിൽ തേഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ സൈലൻസറിൻ്റെ അകത്തുനിന്നൊരു കാര്യമായ എന്തോ ഒരു ഡിസ്കംഫർട്ടബിൾ സൗണ്ട് വരുന്ന പോലെ ഒരു ഫീലും ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം, മൊത്തത്തിലൊന്ന് ശരിയാക്കാൻ ഒരു 10-15 ഉറുപ്പിൻ്റെ ഉള്ളിലാവുള്ളൂ എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഞാൻ പോയത്. പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സർവീസ് സെൻറ്ററുകാർ പറഞ്ഞു അവർ കണ്ണിൽ കണ്ട കംപ്ലൈൻറ്റിന് മാത്രം ചാർജ് ചെയ്തത് ഒരു 21,000 രൂപയുടെ ബില്ലാണ്. ഏതാണ്ട് ഒരു അവർ അതിൻ്റെ ഒരു ഇൻവോയ്സ് ഇട്ടത്. അത് അല്ലാതെ എക്സ്ട്രാ വരുന്ന പണീൻ്റെത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റും. അത് ഇനി നമുക്ക് വണ്ടിയൊക്കെ ഓരോന്ന് ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് അവർ പറഞ്ഞ കോസ്റ്റുകൾ വന്നത് ടയറിൻ്റെ കോസ്റ്റ്, അതേപോലെ നമുക്ക് സൈലൻസർ ചെറിയൊരു കംപ്ലൈൻറ്റേ ഉള്ളൂ. അത് ചെറിയൊരു എന്താ പറയുക, ലൈറ്റിൽ കൊണ്ടുപോയിട്ട് ചെറിയൊരു കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയായിരുന്നു ഇന്നലെ തന്നെ. ഈ പയ്യൻ തന്നെയാണ് നമുക്ക് ചെയ്തു തന്നത്. കമാൽ പാഷ എന്നാണ് നമ്മുടെ സർവീസ് ചെയ്യുന്ന ആളുടെ പേര്. പുള്ളിക്കാരൻ തന്നെ ചെയ്തു തന്നത്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് വെറും 1,100 രൂപ. 1,000 രൂപ ഞാൻ സംസാരിച്ചിട്ട് 1,000 രൂപ കൊടുത്തിട്ടുള്ളൂ. അതിനാണ് ഏതാണ്ട് 9,000 രൂപയാണ് വിത്ത് GST വരും. 9,000 രൂപയാണ് ഏതാണ്ട് സർവീസ് സെൻറ്ററിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കത്തിൽ ഈ ഒരു കാര്യമാണ്. ഇതൊരു സാധാരണ കടയാണ്. ഞാൻ സ്ഥിരമായിട്ട് ചെറിയ ചെറിയ വർക്കൊക്കെ ഓയിൽ ചേഞ്ച് ചെയ്യാനും ഫിൽറ്റർ ചേഞ്ച് ചെയ്യാനൊക്കെ വരുന്നൊരു കടയാണ്. കമാൽ പാഷ എന്നാണ് ഈ ഒരു വണ്ടി സർവീസ് ചെയ്യുന്ന ആളുടെ പേര്. അങ്ങനെ മുതലാളി വേറൊരാളുണ്ട്. ഈ പയ്യൻ തന്നെയാണ് അവിടെ ഓൾ ഇൻ ഓൾ. പുള്ളീൻ്റെ അടുത്ത് ഇഷ്ടം പോലെ മലയാളീസ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂർ ആവലഹള്ളി ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. ഫ്ലൈ ഓവറിൻ്റെ അടുത്താണ് ഈ കടയുള്ളത്. അപ്പോൾ ഈ കടയിൽ വന്ന് നമ്മൾ സ്ഥിരമായിട്ട് നന്നാക്കുന്ന ഒരു വിശ്വാസത്തിൽ പുള്ളീൻ്റെ അടുത്ത് ഞാൻ മൊത്തത്തിൽ എത്രയാവുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നമുക്ക് മാക്സിമം കുറച്ചിട്ട് ചെയ്യാം, ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. കാരണം ഞാൻ അന്നത്തെ ദിവസം ലീവ് എടുത്തിട്ട് രാവിലെ തൊട്ട് ഈവനിങ് വരെ പുള്ളീൻ്റെ കൂടെ നിന്ന് എന്തൊക്കെ വാങ്ങുന്നുണ്ട് അതൊക്കെ ഞാൻ നേരിട്ട് പോയിട്ടാണ് അതിൻ്റെ സ്പെയറൊക്കെ വാങ്ങാൻ വേണ്ടി പോയത്. അപ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് ഇടുന്നത് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. അപ്പം പുള്ളീൻ്റെ കൂടെ നമ്മൾ പോയിട്ട് നമുക്ക് എത്ര കോസ്റ്റ് ആയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ വഴിയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ട് നിന്നത് ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് ഉണ്ടല്ലോ, അത് മാറിയിട്ടുണ്ട് വണ്ടീൻ്റെ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 2 ടയർ വാങ്ങി വന്നു. ടയർ 1,000 രൂപ ഡിഫറൻസ് ഉണ്ട് ബാക്ക് ടയറിനും ഫ്രണ്ട് ടയറിനും. ഫ്രണ്ട് ടയറിന് ഏതാണ്ട് 700 രൂപ 800 രൂപേൻ്റെ അടുപ്പിച്ച് വ്യത്യാസമുണ്ട് സർവീസ് സെൻറ്ററിൽ പറഞ്ഞ കോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അത് മാത്രമല്ല, സർവീസ് സെൻറ്ററിൽ ഞാൻ അന്വേഷിച്ചാൽ പറയാൻ പറ്റും ഓരോ ദിവസവും ഓരോ റേറ്റാണ് സ്പെയറിന് വരിക. നമ്മൾ ഈ യമഹൻ്റെ വണ്ടി വാങ്ങുമ്പോൾ തന്നെ സിയറ്റിൻ്റെ ടയറാണ് കിട്ടിയത്. യമഹക്ക് സിയറ്റിൻ്റെ ടയർ മാത്രമേ ഫിറ്റ് ആവൂ. അപ്പോൾ യമഹ FZ വേർഷൻ 2 അപ്പം സിയറ്റിൻ്റെ ടയർ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിയറ്റിൻ്റെ ഡീലറുടെ പീടികയിൽ പോയിട്ട് നമ്മൾ എടുത്തിട്ട് വരികയാണ് ചെയ്തത്. വണ്ടി വാങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് വണ്ടീൻ്റെ ടയർ മാറ്റുന്നത്. 3-3.5 കൊല്ലത്തോളമായി വണ്ടി എടുത്തിട്ട്. ഫസ്റ്റ് ടൈമാണ് ടയർ മാറ്റുന്നത്. കണ്ടില്ല എത്രത്തോളം അതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് സാധനങ്ങളുണ്ട്. ഇത് പഞ്ചറടിച്ചത് ഒരു ലോഡ് സാധനമുണ്ട്. അപ്പോൾ ഇനി അതിലടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ടയർ മാറ്റുന്നത്. അത്രയും വണ്ടി നല്ല രീതിയിൽ നമ്മൾ സിറ്റി യൂസൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ബാംഗ്ലൂർ ടു പോണ്ടിച്ചേരി നമ്മൾ ഈ വണ്ടിയിൽ പോയിട്ടുണ്ട്. വേറെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്, പക്ഷേ ഒരു ദിവസം കൊണ്ടൊക്കെ പോയി വരാവുന്ന പോലത്തെ സ്ഥലങ്ങളിലേക്ക് ഇഷ്ടം പോലെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പം
അങ്ങനെ നമ്മൾ പുതിയ സിയറ്റിൻ്റെ ടയർ ഇടുന്നുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം ഇട്ട ഭയങ്കര ഫ്ലാറ്റ് ടയറായിരുന്നു. ഇത് കുറച്ചൊന്നും കൂടെ സൈസ് ഉണ്ട് ഈ ടയർ. നല്ല പോയി സെലക്ട് ചെയ്തെടുത്തതാണ്, നല്ലൊരു ക്വാളിറ്റിയുള്ള ടയറാണ് നമുക്ക് കിട്ടിയത്. ബാക്കിൽ കുറേ ബുഷസൊക്കെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ബുഷസൊക്കെ പുള്ളി റീപ്ലേസ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും നല്ല രീതിയിൽ ഗ്രീസും കാര്യങ്ങളൊക്കെ തേച്ച് നല്ല സെറ്റപ്പ് ആക്കി എടുക്കുന്നുണ്ട്. വണ്ടി ഒന്ന് ഓടിക്കാൻ കൊതിയുണ്ട് ഫുള്ള് പരിപാടി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതേപോലെ തന്നെ ഈ പുള്ളീൻ്റെ പേര് കമാൽ പാഷ എന്ന് പറഞ്ഞല്ലോ. പുള്ളി നല്ല എൻജിൻ സർവീസിൽ ഭയങ്കര എല്ലാ വണ്ടികളും എൻജിൻ സർവീസ് ഭയങ്കരമായിട്ട് ചെയ്യുന്നൊരു പുള്ളിയാണ് പുള്ളി. എനിക്ക് തോന്നുന്നു മറ്റുള്ള വർക്കൊക്കെ പുള്ളി എന്നെക്കാളും കുറച്ച് കൂടുതൽ പറയാൻ പറ്റും പുള്ളീൻ്റെ എൻജിൻ വർക്കാണ്. കാരണം ഒരുപാട് മലയാളീസ് ആന്ധ്രക്കാരൊക്കെ ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഒരു 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാനും ബ്രേക്ക് ചേഞ്ച് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അധികം കേരള ആൾക്കാർ കേരള വണ്ടിയൊക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട് ഇവിടെ. ചെറിയൊരു കടയാണ്. ഇതേപോലെയുള്ള കടകൾ ഒരുപാട് കടകളുണ്ടാവും നാട്ടിലൊക്കെ. ഇത് ഞാനിപ്പോൾ ബാംഗ്ലൂരിലുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു കട ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇതേപോലെയുള്ള ആൾക്കാരെയാണ് മെയിനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. I think that we've all had enough. What keeps you up at night, yeah? Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough, yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. You got me like, oh yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. Hey, it's too late to try to go contain it. A generation fueled by creation. We live lives on a small screen nation. We control the airwaves, no negotiation. I refuse to think we need saving. Something good will come from creation. And when we think that the world is too anxious, we'll adapt to won't survive and save it. What keeps you up at night, yeah? Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. What keeps you up at night, yeah? Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough, yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. You got me like, oh yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. Hey, oh yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. You got me like, oh yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. അങ്ങനെ നമ്മളെ ക്ലച്ച് പ്ലേറ്റിൻ്റെ വർക്ക് ഏതാണ്ട് ഫിനിഷ് ആവാനായിട്ടുണ്ട്. പുതിയ ക്ലച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന നേരത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇങ്ങനത്തുള്ള കടകളിലേക്ക് ആദ്യം പോയി നമ്മളെ വണ്ടി ഫുൾ ഒരു ചെക്കപ്പ് ചെയ്ത് എന്ത് കോസ്റ്റ് വരും, നല്ല ഹൈ ക്വാളിറ്റി സാധനം യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് ചോദിക്കാം. അതിനുശേഷം സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഒരു കൊട്ടേഷൻ കൂടി എടുക്കാം. ആ കൊട്ടേഷനും ഇതും വെച്ച് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാ ബെറ്ററെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യാം. എനിക്കിപ്പോൾ എൻ്റെ അനുഭവത്തിലുണ്ടായത് ഏതാണ്ട് 21,000 രൂപ എൻ്റെ പണി ഏതാണ്ട് പറഞ്ഞത് എൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം എങ്ങനെ പോലും പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 26-27 വരും. ആ വർക്ക് ഏതാണ്ട് ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു എമൗണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വർക്കറിൻ്റെ അടുത്ത് പോയിട്ട് അവരൊരു നോർമൽ കൂലിയൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ആ പണി ചെയ്തു തരും. രാവിലെ വണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഫ്രീ ആണെങ്കിൽ ആ ദിവസം ഫുള്ള് നിന്നിട്ട് ആ വണ്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടൊക്കെ പോയാൽ മതിയെന്ന്. കാരണം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നതിനൊന്നും പറയില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ വീട്ടിൽ പോകാൻ പറയുള്ളൂ. അപ്പം നമുക്ക് അവിടെ നിന്ന് വണ്ടി പണിയെടുക്കുന്ന കാണുമെന്ന് പറഞ്ഞാൽ അവർ ഒബ്വിയസ്ലി അലോ ചെയ്യും. അപ്പം രാവിലെ വണ്ടി കൊണ്ടുപോയി കൊടുത്തു, എനിക്ക് വൈകുന്നേരം വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം വൈകുന്നേരത്തേക്ക് വണ്ടി കിട്ടുമെന്ന്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ടയർ രണ്ടും ഫിറ്റ് ചെയ്ത് ക്ലച്ച് പ്ലേറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ബോഡിയൊക്കെ ഫിറ്റ് ചെയ്യുന്ന മുന്നേ തന്നെ ഒരു ചെറിയ വാഷ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഉള്ളിലൊക്കെ കുറച്ച് പൊടി പിടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതാണ് ബോഡി ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന് മുന്നേ ഇതിൻ്റെ തലേ ദിവസം ഞാൻ ഇതിൻ്റെ സൈലൻസർ മാറ്റിയായിരുന്നു. സൈലൻസർ മാറ്റിയല്ല ചെയ്തത്, സൈലൻസർ ഊരിയെടുത്തിട്ട് അതിൽ ചെറിയൊരു എന്തോ ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടേ ഉള്ളൂ. ഒരു ചെറിയ പ്രശ്നം, ചെറിയൊരു ഹോൾസ് എന്തോ വീണതാണ് സൈലൻസറിൽ. അതെങ്ങനെ വീണ് എന്താ കാര്യം എന്നൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല.
അത് സർവീസ് സെൻറ്ററിൽ പോയപ്പം ആ സൈലൻസർ മൊത്തം മാറ്റണം എന്നാണ് പറഞ്ഞത്. ആ സ്ഥലത്താണ് ഈ പുള്ളിക്കാരൻ നമുക്ക് ഏതാണ്ട് ഒരു 1000 രൂപ പണി ചെയ്തു തന്നത്. പെർഫെക്റ്റാണ്. ഇപ്പോൾ ഏതാണ്ട് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ദിവസത്തേക്ക് ഒരു 3-4 ദിവസം ആയിട്ടുണ്ട്. ഇതുവരെ നോ പ്രോബ്ലം. വണ്ടി നല്ല പെർഫെക്റ്റ് സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പുള്ളിക്കാരൻ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും എന്തായാലും മാറ്റേണ്ടി വരില്ല. മാറ്റുമ്പോൾ മാത്രം പുതിയ സൈലൻസറോ അല്ലെങ്കിൽ നമുക്കിവിടെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലൊക്കെ സൈലൻസർ സാധനം കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ സൈലൻസറൊക്കെ വാങ്ങി ഫിറ്റ് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. അല്ലാണ്ട് ഈ 9000 പ്ലസ് GST എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു വായത്തോന്നിയ റേറ്റൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റണ്ടേ മാറ്റാൻ. അപ്പോൾ സൈലൻസറിന് പുറമേ ഞാൻ ചെയ്ത ഒരു 4 മാസം മുന്നേ ഇതിൻ്റെ ഫ്രണ്ട് ഷോക്ക് അബ്സോർബറിൻ്റെ ഓയിൽ സീല് ഒരു സൈഡ് മാത്രം ചെറുങ്ങനെ പണിയായിരുന്നു. അപ്പോൾ ഓയിൽ സീലൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയായിരുന്നു. അന്നും ഇവിടെ വന്നിട്ട് തന്നെയാണ് ഓയിൽ സീൽ ഞാൻ ചേഞ്ച് ചെയ്തത്. ഞാൻ പുറത്ത് ചോദിച്ച കടകളിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലെ പുള്ളി എനിക്ക് ചെയ്തു തന്നെ. അന്നും എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു സൈഡ് മാത്രം 800, 1000, 2000, 3000 എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്ത് പല റേറ്റൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ പുള്ളിക്കാരൻ എനിക്ക് 2 സൈഡും ഏതാണ്ട് 1000 താഴെ 600 രൂപ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. താഴെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. 1000 താഴെയാണ് ഉണ്ടായിരുന്നു. I think that we've all had enough. Keeps you up at night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. Yeah, I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. You got me like, oh yeah, I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. Hey, it's too late to try to go contain it. A generation fueled by creation. We live lives on a small screen nation. We control the airwaves, no negotiation. I refuse to think we need saving. Something good will come from creation. And when we think that the world is too anxious, we'll adapt, evolve, survive and save it. What keeps you up at night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. Keeps you up at night, yeah. Make all the demons quiet. അങ്ങനെ കുട്ടപ്പനായി മക്കളെ. Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good, fill my head full of every single doubt, yeah. Please say any negative thoughts, I pop off when I hear people say I cannot. I get off to the thought of proving everyone wrong, I won't stop to the top, so you better back off and get lost. I'ma stay loud, stay proud, never running out, never heading south. I'll be spreading out, call it word of mouth, can't put me down, I'll be getting loud. You can have your doubts, not what I'm about, have your cloud, it be raining now, I keep making sound, go another round, I'm legend bound, can't stop me now. You don't wanna fuck with me, a slow burn like a disease. Just tell me that I can and I'll show you things that you couldn't believe. AR-പുരത്ത് നിന്ന് മറ്റേ ഹോസ്കോട്ടയിലേക്ക് പോകുന്ന റൂട്ടിൽ ബട്ടറല്ലി ഉണ്ടല്ലോ. ബട്ടറല്ലി സിഗ്നലിന് ലേശം മുന്നോട്ട് വന്നിട്ട് വലതുഭാഗത്താണ് നമ്മുടെ ഇത് വരുന്നത്. ഈ ഫസ്റ്റത്തെ ഫ്ലൈ ഓവർ ഉണ്ട്. ഫസ്റ്റത്തെ ഫ്ലൈ ഓവറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ ഒരു മെക്കാനിക് ഷോപ്പ് വരുന്നത്. കുറച്ച് സൗണ്ട് ഉണ്ടാവും, ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. അവിടെ തന്നെ അടുത്തൊരു സ്പെയർ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിന് ബുദ്ധിമുട്ടില്ല. നല്ല ആൾക്കാരാട്ടോ. ഞാനിപ്പോൾ റെഗുലറായിട്ട് ചെറിയ ചെറിയ വർക്കൊക്കെ ഇവിടെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ആൾക്കാരും സാധാരണ കടയിൽ നിന്ന് സാധാരണക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ള മെയിൻ കാര്യം. അപ്പം കഴിഞ്ഞ സാധാരണക്കാരെ അടുത്ത് പോകുന്നതും അവർ നമ്മൾ നല്ല സാധനം ഇട്ടാൽ മതി എന്ന് പറയുമ്പോൾ അവർ നല്ല സാധനം ഇടുള്ളൂ. അവർ അതിന് വേണ്ടിയിട്ട് ഇതാക്കില്ല. ഇന്ന് ഫുള്ളൊരു ദിവസം ഞാൻ മൊത്തം വരെ കൂടെ നിന്നിട്ട് എനിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. എല്ലാം പക്കായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഈ ഒരു കട ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. വരാൻ പറ്റുന്നവർക്ക് വന്നപ്പോൾ ബാംഗ്ലൂരുള്ളവർക്ക് ഇവിടെ വരാം. നാട്ടിലുള്ളവർക്ക് അവരവരെ ഏരിയയിലുള്ളൊരു നല്ല ഷോപ്പ് കണ്ടുപിടിക്കുക. റെഗുലറായിട്ടൊരു ഷോപ്പിൽ തന്നെ പോകാൻ നോക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കാം. അപ്പം നമ്മളെ പയ്യൻ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എടുത്ത് പോയിട്ടാണ് വരുമ്പോൾ ടയറിന് നൈട്രജൻ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി വരും. ഇതിൻ്റെ മുതലാളിൻ്റെ നമ്പറായിരുന്നു. കടേൻ്റെ പേര് ഇന്ത്യൻ ഓട്ടോ ഗാരേജ്. എല്ലാ വണ്ടിയും ഇവിടെ സർവീസ്. അങ്ങനെ ഇന്ന വണ്ടി എന്നൊന്നുമില്ല. അത്യാവശ്യം എല്ലാ പരിപാടിയും ഉണ്ട് ഇവരുടെ അടുത്ത്. ഇവർക്ക് അറിയുന്ന കുറേ കോൺടാക്റ്റുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് ആൾ പോയിട്ടുള്ള മുതലാളി നമ്മളായിട്ട് ഇത്ര വലിയ കമ്പനി ഒന്നുമല്ല. കണ്ട ചിരിക്കും കാര്യമൊക്കെ ചെയ്യുമെങ്കിലും
അവിടുത്തെ പണിക്കാരെ നമ്മളായിട്ട് നല്ല ക്ലോസ്. അപ്പോൾ വന്ന് നമ്മൾ ചാനലിൻ്റെ പേര് പറയാം, മലയാളി ആണ് എന്ന് പറയാം. ഏസം മലയാളി ഒരു പയ്യനിലെ FZ വണ്ടീൻ്റെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏതാണ്ട് ആളെ മനസ്സിലാവും. അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്താലും മതി. അപ്പോൾ അവർ കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് തരും. അപ്പോൾ ഞാൻ ഇപ്പോൾ എത്ര പൈസേൻ്റെതാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസൊക്കെ ഞാനിപ്പോൾ ഇട്ടുതരാം. വർക്ക് എത്ര പൈസേൻ്റെതായി, യമഹ സർവീസ് സെൻ്ററിൽ എത്ര പറഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിലായിട്ട് ഞാൻ ചെയ്യാം. टोटल बोलो कितना हुआ? बिल डाल के बनता। बाइक का बिल तो पहले ही बोल दिया मेरे को. आपका बिल कितना हुआ? ऑयल का ऐड नहीं किया ना. ऐड करो. थोड़ा कम करके बोलना. मेरा ये वीडियो देख के कोई आ गया तो उसको भी कम करना. ठीक है, ऐसा ही करेंगे. 5830 आपका. बताता हूँ फोन कर. അപ്പോൾ ബില്ലിൻ്റെ ഏതാണ്ട് നമ്മൾ ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ബില്ല് ഞാനിങ്ങനെ ഉണ്ടാക്കിക്കുന്നുണ്ട്. 1000 रुपया दियो. 1000 रुपीस. पहले कितना बोला? 1200 बोला. बाद में 1000 रुपया. ഓക്കെ. അപ്പോൾ ഒരു 1000 രൂപ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സർവീസ് ഇട്ട് 1000 രൂപ കിട്ടുള്ളൂ. 1200 ആയത് 200 രൂപ കുറച്ചിട്ട് 1000 രൂപ. പിന്നെ നമ്മളെ പാർട്സിൻ്റെ റേറ്റ് മാത്രമാണ് അത്. അപ്പോൾ ടോട്ടൽ कितना हुआ इसका? 830 प्लस 1000 6830. 6830. और वो साइलेंसर का काम कल किया है ना, वो अलग था. वो 1200 कुछ हो गया. वो भी ये बिल में डाल के दे दो. അപ്പോൾ ഇതാണ് സ്പെയറിൻ്റെ ഷോപ്പ്. ഇവിടെ മലയാളീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. വണ്ടീൻ്റെ എൻജിൻ പണി എടുക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നൊരു കട. ഈ ഭാഗത്തുള്ള ആൾക്കാർ ശ്രീസായി ഓട്ടോ സ്പെയർസ്, ഇവരൊക്കെ ഭയങ്കര കമ്പനിയാണ്. ഇതൊരു മുസ്ലിം കടയാണെങ്കിൽ ഇതൊരു ഹിന്ദു കടയാണ്. പക്ഷെ അവർ തമ്മിലുള്ളൊരു സ്നേഹമൊക്കെ കണ്ടുപിടിക്കണം. അടിപൊളി. അപ്പോൾ ഇത് കമാൽ പാഷ. आपका नाम भूल गया मैं. आपका नाम? राजेंद्र. आपका ऑनर का नाम? हसैन. क्या सेन? हसैन. അപ്പോൾ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തൊരു ലൈക്ക് ചെയ്യുക. നിങ്ങളെ കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. ഇതാണ് മൊത്തം വന്ന ബില്ല്. ഈ ബില്ലിൽ കുറച്ച് എന്തോ ചെറിയ പൈസ എനിക്ക് എക്സ്ട്രാ ചിലവായിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഒന്ന് കറക്റ്റ് ബില്ല്. കുറച്ച് പൈസ ഞാൻ ഓൾറെഡി പേ ചെയ്ത്. ഇനിയിപ്പോൾ 6000 ചില്ലാൻ അങ്ങനെ കിട്ടാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാം വിടട്ടെ.